Hello friends, I'm Sri Kuttiyaru. Welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കപ്പ താളിച്ചതും അതുപോലെ തന്നെ അടിപൊളി ഒരു കാന്താരി ചമ്മന്തി ആയിട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ഈ കപ്പയ്ക്ക് തന്നെ കുറേ പേരുകളുണ്ട് കേട്ടോ. ചില നാടുകളിൽ കൊള്ളി എന്ന് പറയും, അതുപോലെ മരച്ചീനി, അങ്ങനെയൊക്കെ കുറേ പേരുകൾ കേട്ടിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇതിനെ കൊള്ളി എന്ന് പറയും, അതുപോലെ തന്നെ കപ്പ എന്നും പറയലുണ്ട്. ആദ്യം തന്നെ ഒരു കുക്കർ വെക്കുക. അതിലേക്ക് ഞാൻ 1 കിലോ കപ്പ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മുറിച്ചിട്ട് ഇവിടെ ഫ്രോസൺ ആയിട്ട് വരുന്ന കപ്പയാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കപ്പ കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ എപ്പോഴും കപ്പയുടെ മേലെ നിൽക്കണം വെള്ളം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന കപ്പ ഞാൻ നോർമലി 2 വിസിലൊക്കെയാണ് അടിക്കാറ്, അപ്പം തന്നെ കുക്കായിട്ട് വരാറുണ്ട്. ഇതാ ഇപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇതാ ഇപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അതിലൊരു പീസ് കപ്പ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. കൈ വെച്ച് പ്രസ് ചെയ്ത് നോക്കരുത്, കാരണം ഭയങ്കര ചൂടാണ് കേട്ടോ. കൈ പൊള്ളി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. എപ്പോഴും കപ്പ വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ കപ്പ നിറയെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കപ്പ താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി എപ്പോഴും കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് നല്ലതാണ്. അതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി കൂടെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതധികം ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതാ ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പ റെഡി. ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു കാന്താരി ചമ്മന്തി കൂടെ ഉണ്ടാക്കാം. അപ്പം ഇതാണ് കേട്ടോ ഞാൻ എടുക്കുന്ന കാന്താരി മുളക്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കാന്താരിയാണ്. അപ്പം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണ് എപ്പോഴും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം അത് മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ പുളി എടുത്തിട്ടുണ്ട്. പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 20 കാന്താരി മുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ എടുക്കാവുന്നതാണ്. ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതപ്പോൾ നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അവസാനമായിട്ട് കുറച്ചുകൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ചമ്മന്തി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ സിമ്പിളാണ്, കഞ്ഞിക്കൊക്കെ പറ്റിയതാണ്. കഞ്ഞിയും കപ്പയൊക്കെ, കപ്പ ഇങ്ങനെ താളിക്കണമെന്നൊന്നുമില്ല, ചുമ്മാ പുഴുങ്ങിയെടുത്തിട്ട് കപ്പ പുഴുങ്ങിയതും ഈ കാന്താരി ചമ്മന്തിയും ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ എല്ലാവരും കപ്പയും ചമ്മന്തി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി നോക്കണം. ഈ കാന്താരി നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.